എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിനി ആൻഡ് ജോർജ്, അതായത് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. റിനിയെ എല്ലാവർക്കും അറിയാം. റിനിക്കും ആവശ്യം അതായിരുന്നു റിനി ഫേമസ് ആകണം. അതേത് രീതിയിൽ കൂടെ ആണെങ്കിലും റിനി ആൻഡ് ജോർജ് എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും എന്നുള്ള ചിന്താഗതിയുമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് വന്നു. പുള്ളിക്കാരത്തെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നടി എന്നാണ്. ആക്ട്രസ് റിനി ആൻഡ് ജോർജ് എന്നാണ്. ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് വരെ നോക്കി, അന്ന് മുതൽ ഇന്ന് വരെ നോക്കി പിടികിട്ടിട്ടില്ല. ഒരു സിനിമ പോലും നമുക്ക് മരുന്നിന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കുമായിട്ട് വന്ന പ്രശസ്തയായ നടിയാണ് റിനി ജോർജ്. അപ്പൊ റിനി ജോർജിനെ കുറിച്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2-3 മാസം മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വ്യൂസ് ഒന്നും കിട്ടിയില്ല എങ്കിലും റിനി ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന മെസ്സേജുകൾ, അതും സ്ത്രീകളാണ് കൂടുതലും റിനി ജോർജിനെ സപ്പോർട്ട്. പലരും എന്നോട് ആക്രോശിച്ചുകൊണ്ടാണ് മെസ്സേജസ് അയച്ചത്. റിനി ജോർജ് എന്ന് പറയുന്ന പുള്ളി ചെറിയ പുള്ളി അല്ലാന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. പുള്ളിക്കാരത്തെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ടല്ലോ, അതായത് വലിയ ടീമുകളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തേക്ക് നല്ല സൗഹൃദമുണ്ട് എന്ന്. ശരിയാണ്. കാരണം റിനി ജോർജിനെ എതിരായിട്ട് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ പോലും എന്നെ ഭയങ്കര രീതിയിൽ വഴക്ക്, നിനക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ല തള്ളയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, റിനി ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? VT സതീശനോ? പുള്ളിയുടെ ഏറ്റവും അടുത്ത റിലേഷൻ ആണ്. ഞാൻ പറഞ്ഞു, ഇനി ആ VT സതീശൻ അല്ല, ഇനി ആരാണെങ്കിലും റിനി ജോർജ് എന്ന് പറയുന്ന പെണ്ണ് അവളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇവളെ സപ്പോർട്ട് ചെയ്യാത്തത് പീഡിപ്പിക്കുന്നവനെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിട്ടല്ല നമ്മൾ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ, കുറച്ചെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന്. തുടക്കം മുതൽ റിനി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് സ്വന്തമായിട്ട് ഒന്ന് ഫേമസ് ആകാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതായത് സ്വയം മാനം കളഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് ഫേമസ് ആവശ്യമാണ്, പൈസ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് മീഡിയയ്ക്ക് മുന്നിൽ അവൾ പല കാര്യങ്ങളും സംസാരിച്ചത്. അതായത് സ്വയം ഒരു എന്നാ പറയുന്നത്, സർവൈവർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വിക്ടിം ആയിട്ടോ ഒക്കെ ചിത്രീകരിച്ച, ഒന്ന് പോർട്രേറ്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു രീതിയിലേക്ക് ഫേമസ്, അതായത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഫേമസ് ആകണം എന്നുള്ള രീതിയിൽ. അറ്റ് ദ സെയിം ടൈം ഞാൻ ചെറിയ ആളൊന്നും അല്ല, ഞാൻ വലിയ ആളാണ്, എനിക്ക് ഒരുപാട് പിടിപാടുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ആദ്യം തന്നെ പുള്ളിക്കാരത്തി ഒന്ന് ധരിപ്പിക്കാൻ മിടുക്കിയാണ് കേട്ടോ. സംസാരിക്കാനാണെങ്കിലും സ്വയം തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ വളരെ വിദഗ്ധയാണെന്ന് അന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകളൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, തെറ്റിനെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. തെറ്റ് ചെയ്യുന്ന സ്ത്രീകളെ ഒരു സ്ത്രീക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? അവരെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പോലും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കില്ല എങ്കിൽ ഉറപ്പായിട്ടും അബദ്ധങ്ങളിൽ പോയി ചാടുക എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല. റിനി ജോർജ് ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് പെൺകുട്ടികൾ പോയി ഈ മാനിപ്പുലേഷൻസിലൊക്കെ ചെന്ന് ചാടുകയാണ്, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചാടുകയാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് എല്ലാം എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതെല്ലാം സെലിബ്രിറ്റീസ് ആണെന്നാണ്. അത് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും മറ്റ് ഏത് രീതിയിലുള്ളതാണെങ്കിലും. എങ്ങനെയാണ് റിനി ജോർജിന് ഇത്രമാത്രം സെലിബ്രിറ്റി കൂട്ടുകെട്ടുകൾ വന്നത്? അതൊക്കെ പോട്ടെ, അത് അവരവരുടെ പേഴ്സണൽ കാര്യമായിരിക്കാം. പക്ഷെ മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ആ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 80% ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഇത് കിട്ടാത്ത മുന്തിരി പുളിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി ഒരുപാട് ചാനൽസിന് ഇന്റർവ്യൂ കൊടുത്തു. എത്ര കൃത്യമായിട്ടും സ്പഷ്ടവുമായിട്ടാണ് പുള്ളിക്കാരത്തി കാര്യങ്ങൾ സംസാരിച്ചത്. വെറുതെ ഒരു അലിഗേഷൻ ഒന്നും അല്ല, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് അല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്. വ്യക്തമായി തെളിവുകളുള്ള കാര്യങ്ങളാണ്. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, റിനി ജോർജ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് രാത്രിയിൽ ചാറ്റിൽ, അത് ടെലഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 12 മണിക്കും 1 മണിക്കും ഒക്കെ ഒരു പുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായില്ലായിരുന്നോ ഫ്ലേർട്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഒന്നും മനസ്സിലായില്ലായിരുന്നോ? മനസ്സിലായി. പക്ഷേ പുള്ളിക്കാരത്തി ഈ ഇപ്പൊ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, എനിക്കുള്ള സുഹൃത്ത് ബന്ധങ്ങളെല്ലാം സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളത്. അപ്പൊ സെലിബ്രിറ്റീസുമായിട്ടൊക്കെ ഇങ്ങനെ സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരാളെ ഫ്ലേർട്ട്, അതായത് ഇങ്ങനെയൊക്കെ മനസ്സിലായാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ നിന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ റിനി ജോർജ് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും, റിനി ജോർജിനെതിരെ സംസാരിക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജ് അയക്കുന്ന സ്ത്രീകളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിശുദ്ധ പദവിയിൽ നിർത്തേണ്ട ആളല്ല റിനി ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ വിശുദ്ധ പദവിയിൽ നിർത്തുന്നില്ല. തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിനാൻഷ്യലിയും ഒക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷേ
തെറ്റാണെന്ന് മനസ്സിലായിട്ടും ആ ഒരു കൂട്ടുകെട്ടിന് വേണ്ടി, ആ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് നിന്നിട്ട് തയ്യാറെടുത്ത് ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് പാളിപ്പോയി എന്ന് കാണുമ്പോൾ അവൻ മോശമാണ് എന്ന് ഒരു പുരുഷനെതിരെ ആരോപിക്കുമ്പോൾ ചിന്തിക്കുക, സ്ത്രീ എന്നല്ല, ഇനി ആര് വന്നിട്ടാണെങ്കിലും ഒരു പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അവന്റെ കാര്യം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ റിനി ജോർജിന് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ 2-3 മാസം മുന്നേ മനസ്സിലാക്കിയതാണ്. അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ആളുകളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാനാണ് സ്ത്രീകൾ എന്നുള്ള നിയമങ്ങൾ ഒരിക്കലുമില്ല. ഇവളുമാരെ പോലെ, റിനി ജോർജിനെ പോലുള്ള ഫേക്ക് ആയിട്ടുള്ള, ഇനിയിപ്പം ഓരോ ദിവസവും ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇവളെന്തൊക്കെയാണ് ചാറ്റ് ചെയ്തത്, ഇവളെ എന്താണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് എക്സാക്ട്ലി ഇവളുടെ ബന്ധം. പല ഇന്റർവ്യൂസിലും ഇവളിങ്ങനെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഉള്ള കണക്ഷന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് ഇവളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കള്ളങ്ങളാണ്. വെച്ച് കെട്ടി അവൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഈ തള്ളുന്നത് എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പുരുഷനെതിരെ ആരെന്ത് ആരോപണവുമായിട്ട് വന്നാലും അവന്റെ കഥ തീർന്നു, അല്ലെങ്കിൽ അവന്റെ ജീവിതം അവിടം വെച്ച് തീർന്നു, അവൻ ഇനി ജയിലിൽ പോയി കിടന്ന് അനുഭവിച്ചോളും എന്നുള്ള സിസ്റ്റം ഒക്കെ മാറി എന്ന് സ്ത്രീകളാണെങ്കിലും മനസ്സിലാക്കണം, പുരുഷന്മാരാണെങ്കിലും മനസ്സിലാക്കണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു പ്രിവിലേജ്, ആ പ്രിവിലേജ് ഞങ്ങൾ എവിടെ കൊണ്ടുപോയും അപ്ലൈ ചെയ്യും, ആരെ വേണമെങ്കിലും ഞങ്ങൾക്ക് മിസ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു തൻ്റെ ഇടത്തരം ഉണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യാനും പല സ്ത്രീകളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. റിനി ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലുള്ള സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. റിനി ജോർജ് എന്ന് പറയുന്ന ആൾ നിങ്ങളോട് പറയുന്നത് പോലും വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സെലിബ്രിറ്റി ലിസ്റ്റിലുള്ള ഫ്രണ്ട്സിന്റെ പേര് വിവരങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറയട്ടെ, എങ്ങനെയാണ് അവരുമായിട്ട് കണക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി എന്തുകൊണ്ട് പറയുന്നില്ല? തന്നെയല്ല, ഒരു സിനിമകളിൽ പോലും അഭിനയിക്കുക, അതൊരു ഷോർട്ട് ഫിലിമിൽ പോലും ഈ മുഖം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് സാധാരണയായ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം സെലിബ്രിറ്റി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സാധാരണക്കാരായ നമുക്ക് സംശയങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പെട്ടെന്നൊരു ദിവസം ഒരുത്തി വന്ന് പൊട്ടിമുളച്ച് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ഞാൻ പ്രശസ്തയായ ഒരു ചലച്ചിത്ര നടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റീഷ്യനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പറഞ്ഞ പകുതി ആരോപണങ്ങളും കഴമ്പുണ്ടെങ്കിലും ഇവളുമായിട്ട് എന്താണ് കണക്ഷൻ, ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇത് ചുമ്മാതെ ഫോണിലൂടെ ഫ്ലേർട്ട് ചെയ്തതല്ലല്ലോ എന്നുള്ള സാമാന്യ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു അതായത് എന്നാണെങ്കിലും സത്യം പുറത്തു വരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിനി ജോർജ് എവിടെ പോയെന്ന് പോലും കണ്ടില്ല. ശ്രീനാദേവി പറഞ്ഞ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാവം റിനി ജോർജ് പ്രശസ്തയായ ചലച്ചിത്ര നടി എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് വന്നിരുന്ന പല കാര്യങ്ങളും കുറച്ച്, ഈ പ്രശസ്തി കിട്ടിയതുമില്ല, ചെയ്ത കാര്യമൊത്ത് തീരുന്ന വരെ നടന്നതുമില്ല എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഈ കണ്ടം വഴി ഓടി റിനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.